ഹലോ, വെൽക്കം ടു ജിന്നൂസ് ഗാർഡൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പെറ്റൂണിയെക്കുറിച്ചാണ് കേട്ടോ. ഈ ഒരു പെറ്റൂണിയ കണ്ടോ, എന്ത് ഭംഗിയല്ലേ പെറ്റൂണിയ കാണാൻ. എൻ്റെ കയ്യിൽ ലേറ്റസ്റ്റായിട്ട് എത്തിയ ഒരു പെറ്റൂണിയാണിത്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ഒരു പോട്ടിൽ സെറ്റ് ചെയ്തൊരു പ്ലാന്റാണ് എനിക്ക് കിട്ടിയത്. അതെൻ്റെ കയ്യിൽ വന്ന ശേഷം ഇത് നിറയെ ഫ്ലവറായിട്ടുണ്ട്. ഒത്തിരി ബ്രാഞ്ചും ഒക്കെ ആയി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. എനിക്കിതിൻ്റെ ഐഡിയയും കാര്യങ്ങളും ഒന്നും അറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടൂ കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഞാനൊരു പ്ലാന്റ് വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ അത് കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കുന്ന പ്ലാന്റ് ആണോ എന്ന് പ്രത്യേകം ഞാൻ നോക്കും. കാരണം എനിക്ക് സീഡിൽ നിന്നും പ്ലാന്റുകൾ സക്സസ് ആക്കി എടുക്കാൻ ഇതുവരെയും തന്നെ സാധിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ എന്താ പറയുക, സീഡൊക്കെ പൊട്ടി വീണ് വേറൊരു ചട്ടിയിലൊക്കെ നമ്മൾ തന്നെ നടാതെ അങ്ങനെയൊക്കെ ഒത്തിരി മുളച്ചിട്ട് എനിക്ക് പ്ലാന്റ്സുകൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നോർമൽ വെറൈറ്റീസൊക്കെയാണ് കേട്ടോ. അല്ലാണ്ട് എനിക്ക് ഞാനായിട്ട് ജെർമിനേറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരു പ്ലാന്റും സക്സസ് ആക്കി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. പെറ്റൂണിയാണേ. അതുകൊണ്ട് തന്നെ ഞാൻ കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കുന്നതാണോ എന്ന് പ്രത്യേകം ചോദിക്കാറുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ട പ്ലാന്റ് ആണെങ്കിൽ ഞാനതിന് റേറ്റ് ഒന്നും നോക്കില്ല കേട്ടോ. ഒരു സെല്ലർ അവരുടെ റേറ്റ് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ബാർഗെയിൻ ചെയ്യാനും പോയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാനത് വാങ്ങാറാണ് പതിവ്. പക്ഷേ എനിക്ക് ഒറ്റ നിർബന്ധമേ ഉള്ളൂ, പ്ലാന്റ് നല്ല ഹെൽത്തി ആയിരിക്കണം, വെൽ റൂട്ടായിരിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. കാരണം ഞാൻ അങ്ങനത്തെ പ്ലാന്റുകളാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളും അങ്ങനെ ചെയ്യുമ്പോൾ തിരിച്ച് നമ്മളും അങ്ങനെയല്ലേ പ്രതീക്ഷിക്കുന്നത്, അത്രയേ ഉള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഈ പ്ലാന്റ് എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്കും ഇതിൽ നിന്ന് കുറച്ച് പ്ലാന്റുകൾ ആക്കിയെടുക്കണമല്ലോ. മദർ പ്ലാന്റ് മാത്രം ഇങ്ങനെ ഫ്ലവറായി കണ്ടുകൊണ്ടിരുന്നാൽ എപ്പോൾ അത് പോകുമെന്ന് നമുക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു 5 പ്ലാന്റെങ്കിലും നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ അത്രയും ഒരു സമാധാനം ഉണ്ടാവുമല്ലോ നമുക്ക്. അതാണ് കാര്യം. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഒരു 2-3 പ്ലാന്റെങ്കിലും ഒന്ന് ആക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ ഞാൻ. നമ്മൾ ഇതിൻ്റെ പെറ്റൂണിയുടെ കട്ടിങ്സ് എടുക്കുമ്പോൾ തീരെ നേർത്ത സ്റ്റെമ്മ് നോക്കി എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് മുളച്ച് കിട്ടും കേട്ടോ. ബാക്കി പെറ്റൂണികളൊക്കെ എങ്ങനെയാണ്, ഇതിൻ്റെ കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ഇതിപ്പോൾ നോക്കുന്നത്. എന്തായാലും ഗാർഡൻ സോയിലാണ് കേട്ടോ ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഒരെണ്ണം ജിഫിയിലും വെക്കാൻ നോക്കുന്നുണ്ട്. കാരണം എന്താ പറയുക, നമുക്ക് ജിഫിയിൽ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ സേവ് ചെയ്ത് വെച്ചിട്ട് പിന്നെ സെയിൽ ചെയ്യണമെങ്കിൽ ജിഫിയിൽ റൂട്ട് വന്ന പ്ലാന്റുകൾ നമുക്ക് അയച്ചു കൊടുക്കാമല്ലോ. പിന്നെ ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്, വരുന്ന സമയത്തേക്കുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാനിത് പറയുന്നത് കേട്ടിട്ട് സെയിലുണ്ടോ എന്ന് ചോദിച്ച് വരരുത്. കാരണം എൻ്റെ കയ്യിലില്ല. ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ഇത് വെക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ദേ കുറച്ച് ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട്. വെറുതെ ഗാർഡൻ സോയിലാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് തന്നെ മദർ പ്ലാന്റ് ആക്കാനുള്ളതായതുകൊണ്ട് റൂട്ട് പിടിച്ച് കിട്ടിയാൽ മതിയല്ലോ. പിന്നെ ഇത് ഞാൻ ജിഫിയിലും നോക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, സെറ്റ് ആവുകയാണെങ്കിലും ആർക്കെങ്കിലും വേണമെങ്കിലൊക്കെ അയച്ചു കൊടുക്കാമല്ലോ. അങ്ങനെ പിന്നെന്താ പറയുക, ഞാൻ പിന്നെ ഇത് ഗ്ലാസ്സിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്